ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ബീർബഹുട്ടി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ബീർബഹുട്ടി എന്നൊരു കഹാനിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക അല്ലേ. അപ്പോൾ ആ കഹാനി ആരെഴുതിയതാണ്? പ്രഭാത് അല്ലേ. അപ്പോൾ ആ യൂണിറ്റ് 1 പിന്നെയും 2 പാഠങ്ങളുണ്ട്. ഹത്താശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, അതായത് ഒരു കവിതയുടെ ബേസിൽ, അതായത് വിനോദ് കുമാർ ശുക്ൽ എഴുതിയ ഒരു കവിതയുടെ ബേസിൽ നരേൻ സക്സേന എഴുതിയൊരു ടിപ്പണിയാണ് നമുക്ക് രണ്ടാമത്തെ പാഠമുള്ളത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വരുന്നത് ടൂട്ടാ പഹിയ, എന്താണ്, ഒരു കവിതയാണ്. അത് ധർമ്മവീർ ഭാരതി എഴുതിയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റത്തെ പാഠം യൂണിറ്റ് 1 ആദ്യത്തെ പാഠമായ ബീർബഹുട്ടി, അതായത് കഹാനിയാണ് അതിൻ്റെ കാറ്റഗറി. വിധ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ കഹാനിയാണ് വരുന്നത്, അതായത് സ്റ്റോറിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാരാണ് എഴുതിയിരിക്കുന്നത്? പ്രഭാതാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ വി ആർ മൂവിങ് ടു ബീർബഹുട്ടി. ഓക്കെ, ബീർബഹുട്ടി എന്താണെന്ന് ഓൾറെഡി നമുക്കറിയാം. ഒരു ചുവന്ന രക്തത്തുള്ളി പോലെ കാണുന്ന ഒരു ജീവിയാണ് എന്ന് പറയാം നമ്മൾ ബീർബഹുട്ടി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചർ ഉണ്ട്. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ബീർബഹുട്ടി എന്ന പാഠത്തിൻ്റെ ഷോർട്ട് സമ്മറിയാണ്. അപ്പോൾ കുറച്ച് പാരഗ്രാഫുകളായിട്ടാണ് ഇവിടെ സ്ക്രീനിൽ കാണാം. നമുക്ക് ഓരോന്ന് വായിച്ചിട്ട് അർത്ഥം പറയാം. സാഹിൽ ഓർ ദില്ലി ദോസ്ത് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിലും ബേലയും ഭയങ്കര ഒറ്റമായിട്ടുള്ള മിത്രങ്ങളാണെന്ന്, സുഹൃത്തുക്കളാണ് എന്താണ് പറയുന്നത്. സാഹിൽ ഓർ ബേല ദില്ലി ദോസ്ത് ഹേ. അപ്പോൾ ദില്ലി എന്ന് വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ ലെറ്ററിൽ ഒരു ദില്ലി എന്ന് എഴുതിയിട്ടുണ്ട്. ആ ദില്ലി അല്ല ഈ ദില്ലി. ആ ദില്ലിക്ക് എന്താണ് 2 ലായ ഉണ്ടാവും. ഇവിടെ എന്താണ്, ഒരു ലായ ഉള്ളൂ. ഈ ദില്ലി എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സാഹിലും ബേലയും ഒറ്റ മിത്രങ്ങളായിരുന്നു എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. ദോനോ 5വീം കക്ഷാ മേ പഠ്തേ ഹേ. എന്താണ് പറയുന്നത്? ദോനോം 2 പേരും, രണ്ടാളും എന്താണ്, 5വീം കക്ഷാ മേ 5ാം ക്ലാസ്സിൽ പഠ്തേ ഹേ. എന്താണ്, അവർ 2 പേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? വോ ഏക് സാത്ത് സ്കൂൾ ആത്തെ ജാത്തെ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്താണ് ചെയ്തിരുന്നത്? ഏക് സാത്ത് ഒരുമിച്ച് എന്ത് ചെയ്തിരുന്നു? സ്കൂൾ ആത്തെ ജാത്തെ ഹേ എന്താണ് ചെയ്തിരുന്നത്? വരുന്നതും പോകുന്നതും എന്തായിരുന്നു? ഒരുമിച്ചായിരുന്നു. വോ ഏക് സാത്ത് സ്കൂൾ ആത്തെ ജാത്തെ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഒരുമിച്ചായിരുന്നു എന്ത് ചെയ്തിരുന്നത്? സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ചെയ്തിരുന്നേ. ഓക്കെ, ദെൻ बारिश के दिनों में स्कूल जाते समय ബീർബഹുട്ടിയോं को गोचना उनका प्रिय विनोद है എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിഷ് കെ ദിനോ മേം എന്താണ്? ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ അല്ലേ. ബാരിഷ് കെ ദിനോം, അപ്പോൾ എന്താണ് പറയണത്? മഴയുടെ ദിനത്തിൽ എന്താണ് അതായത് മഴക്കാലത്ത് എന്താണ്? സ്കൂൾ ജാത്തെ സമയ, സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്ത് ബീർബഹുട്ടിക്ക് ഗോജന, ബീർബഹുട്ടിയെ ഗോജന എന്ന് പറഞ്ഞാൽ എന്താണ്? തരയുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. ഗോജന ഉൻക പ്രിയ വിനോദ് ഹേ എന്താണ്? അവരുടെ ഒരു പ്രിയപ്പെട്ട ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് ബാരിഷ് കെ ദിനോമേ സ്കൂൾ ജാത്തെ സമയ ബീർബഹുട്ടിയോക്കോ ഗോജന ഉൻക പ്രിയ വിനോദ് ഹേ. അതായത് മഴക്കാലത്ത് ഈ സ്കൂളിൽ പോകുന്ന ഒരു സമയത്ത് ബീർബഹുട്ടികളെ എന്ത് ചെയ്യാൻ? സെർച്ച് ചെയ്യാൻ, തിരയാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രത്യേകമായ അവരുടെ ഒരു സ്പെഷ്യൽ എൻ്റർടൈൻമെൻ്റ് ആണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഓൺ. കക്ഷാ മേ ദോനോ പാസ് ബൈഠ്തേ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ക്ലാസ്സിൽ 2 പേരും എന്ത് ചെയ്തിരുന്നത്? അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കക്ഷാ മേ ക്ലാസ്സിൽ, ദോനോം രണ്ടാളും, പാസ് അടുത്തടുത്ത്, ബൈഠ്തേ ഹേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതായത് എന്താ പറയുന്നത്? ക്ലാസ്സിൽ 2 പേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. പഠന ലിഖ്ന കേൾന
സബ് ഏക് ഹി മൻ സേ കർത്തേ ഹേം എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക, എഴുതുക, കളിക്കുക, ഇതല്ലാതെ എന്താണ്? ഓരോ മനസ്സോടെയാണ് ചെയ്തിരുന്നത്. അതായത് അവർ രണ്ടുപേരും ഒരേപോലെയാണ്, ഒന്നാണെന്നാണ് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എന്തൊട്ടൊക്കെ? പഠന, ലിഖ്ന, ഗേൽന അല്ലേ? ഇതൊക്കെ എന്താണ്? എഴുതുക, കളിക്കുക, പഠിക്കുക, ഇതൊക്കെ എന്താണ്? എല്ലാതും ഒരേ മനസ്സോടെ. ഏക് ഹി മനസ്സേ കർത്തേ ഹേ, ഒരേ മനസ്സിലൂടെയാണ് എന്ത് ചെയ്തിരുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ് പറയുന്നത്? സാഹി പർവാനെ കെ ലിയേ സാഹിൽ ഓർ ബേല ദുക്കാൻ പഹുച്ചേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മഷിയിലെ ബർവാനെ കേലിയേ എന്ന് പറഞ്ഞാൽ ബർവാന എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? റീഫിൽ അല്ലെങ്കിൽ ഫില്ല് ചെയ്യുക, നിറയ്ക്കുവാൻ വേണ്ടി. അപ്പോൾ സ്യാഹി ബർവാനെ കേലിയേ എന്ന് പറഞ്ഞാൽ എന്താണ്? മഷി നിറയ്ക്കാൻ വേണ്ടി. എന്താണ്? സാഹിൽ ഓർ ബേല ദുക്കാൻ പൗസ്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിലും ബേലയും കടയിലെത്തി. എന്തിനാ കടയിലെത്തിയത്? സ്യാഹി ബർവാനെ കേലിയും മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? ദുക്കാൻ മേ സാഹി കി ബോത്തൽ ഗാലി ഹോ ഗയി ദി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കടയിലെത്തിയില്ലേ? അപ്പോൾ കടയിലെത്തിയിട്ട് എന്തുണ്ടായത്? ദുക്കാൻ മേ കടയിൽ എന്താണ്? സാഹി കി മഷിയുടെ ബോത്തൽ ഗാലി ഹോ ഗയി ദി മഷിയുടെ ഒരു കുപ്പി, മഷിക്ക് സ്യാഹിക്ക് ബോത്തൽ മഷിയുടെ ഒരു ബോട്ടിൽ എന്ത് ചെയ്തിരുന്നു? ഗാലി ഹോ ഗയി ദി കാലിയായിരുന്നു. അതായത് നമ്മുടെ സാഹിലും ബേലയും മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലെത്തിയപ്പോൾ മഷിയുടെ ആ ബോട്ടിൽ എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞു പോയിരുന്നു അല്ലേ? ലേക്കിൻ പെൻമേ കുച്ച് സാഹി ബച്ചിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ലേക്കിൻ എന്നാൽ പെൻമേ പേനയിൽ കുച്ച് സാഹി ബച്ചീതി കുച്ച് സാഹി കുറച്ച് മഷി എന്ത് ചെയ്തിരുന്നു? ബാക്കി ഉണ്ടായിരുന്നു അല്ലേ? ഉസേ സാഹിലിനെ ജമീൻ പർ ചെടുക്ക് ദിയ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് മഷി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഉസേ അതിനെന്ത് ചെയ്തു? സാഹിലിനെ എന്ത് ചെയ്തു? ജമീൻ പർ ചെടുക്ക് ദിയ. ജമീൻ പർ എന്ന് പറഞ്ഞാൽ നിലത്ത്, ചെടുക്ക് ദിയ ഒഴിച്ചു കളഞ്ഞു അല്ലെങ്കിൽ കുടഞ്ഞു കളഞ്ഞു. എന്താ പറഞ്ഞത്? ലേക്കിൻ പെൻമേ കുച്ച് സാഹി ബച്ച്ദി എന്ന് പറഞ്ഞാൽ എന്താ? ലേക്കിൻ എന്നാൽ എൻ്റെ പേനയിൽ എന്ത് ചെയ്തിരുന്നു? കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു അല്ലേ? അതെന്ത് ചെയ്തിരുന്നു? സാഹിൽ അത് നിലത്ത് എന്ത് ചെയ്തിരുന്നു? കുടഞ്ഞ് കളഞ്ഞു. ഓക്കെ, യേ ബാത് സുൻകർ ദുക്കാൻദാർ ने कहा ഇത് ഈ കാര്യം കേട്ടപ്പോൾ ഈ കാര്യം കേട്ടപ്പോൾ ദുക്കാൻദാറിനെ കഹ എന്താണ്? കടക്കാരനാണ് പറഞ്ഞത്. എന്ത്? ബാദൽ കോ ദേക്കർ ഗഡേ കോ നഹി ദുൽനാ ചാഹിയേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാർമേഘം കാണുമ്പോൾ പാത്രം കമിഴ്ത്തരുത്. അതായത് ഈ കാർമേഘം കാണുമ്പോൾ ഈ പാത്രമൊക്കെ കമിഴ്ത്തി ഇട്ടിട്ട് ഇനി വെള്ളം കിട്ടുമല്ലോ, മഴ കിട്ടുമെന്നൊക്കെ നോക്കിയിരിക്കുന്നത് മണ്ടത്തരാണെന്നാണ് അവിടെ കടക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് വെള്ളം കിട്ടണതൊക്കെ വെള്ളം കിട്ടും എന്ന് വിചാരിച്ച് പാത്രം കമിഴ്ത്തരുത്. അതായത് കിട്ടണോടത്തോളം അത് കിട്ടിക്കോട്ടെ, അത് അങ്ങനെ തുറന്നിരിക്കട്ടെ, അത് അടച്ചു വെക്കുന്നത് മണ്ടത്തരാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മണ്ടത്തരാണെന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കടക്കാരൻ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാണ് നമ്മൾ. ഗണിത് കെ മാഡ് സാബ് സുരേന്ദർ ജി കാ പീരിയഡ് ഗേൽ ഗണ്ഡി കി ബാദ് ആത്താ താ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗണിത അധ്യാപകൻ, അതായത് ഗണിത് കെ മാഡ് സാബ് സുരേന്ദ്രജി എന്തായിരുന്നു പേര്? സുരേന്ദർജി. ഓക്കെ, അപ്പോൾ ഗണിത് കാ മാഡ് സാബ് സുരേന്ദർ കാ പീരീഡ് ഈ ഗണിത് സാറിൻ്റെ ഈ പീരീഡ് എപ്പോഴാണ് വന്നിരുന്നത്? ഗേൽ ഗണ്ടിക്ക് ബാധാത്തത ഇൻ്റർവെല്ലിന് ശേഷം അല്ലെങ്കിൽ പി ടി പീരീഡിന് ശേഷം എന്ന് പറയാം. ഗേൽ ഗണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പി ടി പീരീഡ് എന്ന് പറയാം, ഇൻ്റർവെൽ എന്ന് പറയാം. കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഡ്രിൽ പീരീഡ് ആണ്, പി ടി പീരീഡ് ആണ് സ്യൂട്ടബിളായിട്ട് പറയാം. അപ്പം എന്തായിരുന്നു പറയുന്നത്? ഗണിത് കി മാഡ് സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഗേൽ ഗണ്ടി കി ബാദ് ആത്താത എന്ന് പറഞ്ഞാൽ എന്താ? മാത്സ് സാറിൻ്റെ സുരേന്ദർ സാറിൻ്റെ എന്താണ് പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമായിരുന്നു വന്നിരുന്നത്.
സബി ബച്ചി ഉസ്നെ ഖാപ്താദ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കുട്ടികളും അദ്ദേഹത്തിനെ പേടിയായിരുന്നു. ആ ക്ലാസ്സിനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ ക്ലാസ് കേൾക്കാൻ, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറുമ്പോൾ എന്തായിരുന്നു? ഭയങ്കര പേടിയായിരുന്നു, കുട്ടികൾക്ക് വിറയ്ക്കുമായിരുന്നു. പിന്നെ സരാസി, ഒരു ചെറിയൊരു ഗൽത്തി പർ, എന്താണ് സരാസി ഗൽത്തി പർ, ഒരു ചെറിയൊരു തെറ്റിന് പോലും എന്ത് ചെയ്യുന്നു? വോ ബച്ചോക്കോ കഠിൻ ദണ്ഡ് ദേത്തെ ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടികൾക്ക് വലിയൊരു പണിഷ്മെൻ്റ് എന്ത് ചെയ്തിരുന്നു? ആ ഹാർഡായിട്ടുള്ള ഒരു കഠിനമായൊരു ശിക്ഷ നൽകിയിരുന്നു. ഓക്കെ. ഏക് ദിൻ സുരേന്ദർജീനെ, ആര്? ഒരു ദിവസം എന്ത് ചെയ്തു? നമ്മുടെ മാത്സ് സാറ്, സുരേന്ദർ സാറ് എന്ത് ചെയ്തിരുന്നു? ബേലേക്കെ ബാലോമേ പഞ്ച് പസായ, എന്താ പറയുന്നത്? ബേലയുടെ ഒരു മുടിയിൽ അങ്ങോട്ട് കുത്തി പിടിച്ചു. എന്ത് ചെയ്ത്? പഞ്ച് പസായ, അങ്ങോട്ട് കുത്തി പിടിച്ച്. വാസ്തവ് മേ ബേല കി കോപ്പി മേ കോയ് ഗൽത്തി നഹീ ദി, ശരിക്കും വാസ്തവ് മേ, ശരിക്കും അല്ലെങ്കിൽ യാഥാർത്ഥത്തിൽ, ബേലാക്കി, ബേലയുടെ എന്താണ്? കോപ്പി മേ, അവളെ ആ ഒരു കോപ്പി ബുക്കിൽ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്ത ബുക്കിൽ എന്താണ്? കോയ് ഗൽത്തി നഹീ ദി, ഒരു തെറ്റുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഇത്രയും നേരത്തിൽ എന്താ പറഞ്ഞത്? നമ്മുടെ സുരേന്ദ്ര സാറിൻ്റെ പീരീഡ് ഡ്രിൽ പീരീഡ്, PT പീരീഡിന് ശേഷമായിരുന്നു വന്നിരുന്നത്. കുട്ടികളൊക്കെ ആ ക്ലാസ്സിൽ എന്താണ് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഭയങ്കര പേടിയൊക്കെ ആയിട്ട് കാപ്തേതേ എന്നാണ് പറഞ്ഞത്. ചെറിയൊരു തെറ്റിന് പോലും സരാസി ഗൽത്തി ദി, അതായത് ചെറിയൊരു തെറ്റിന് പോലും എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് വലിയൊരു ശിക്ഷ നൽകുമായിരുന്നു അദ്ദേഹം അല്ലേ? അതേപോലെ തന്നെ ഒരു ദിവസം ബേലയുടെ മുടി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വലിച്ചില്ലേ? അപ്പോൾ എന്താ പറയുക, ബേലയുടെ ഒരു കോപ്പിയിൽ ഒരു തെറ്റുണ്ടായിരുന്നില്ല, എന്നിട്ടാണ് അത് വലിച്ചത് സുരേന്ദ്ര സാറ് അല്ലേ? ബേലയ്ക്ക് ബൈബീദ് ചെഹര കോ ദേക്കർ സാഹിൽ ബി ഡർ ഗൈ, അതായത് ഇങ്ങനൊക്കെ ചെയ്യാത്തൊരു തെറ്റിന് ബേലേനെ പിടിച്ച് ശിക്ഷിച്ചപ്പോൾ ബേല എന്ത് ചെയ്തു? ബൈബീദ് ചെഹര കോ ദേക്കർ, അതായത് ബേലയുടെ ഒരു ഭയഭീതമായ അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു മുഖഭാവം കൊണ്ട്, ഒരു മുഖഭാവം കണ്ടിട്ട് നമ്മുടെ സാഹിലും എന്ത് ചെയ്തു? പേടിച്ചു പോയി. അതായത് എന്താണ് പറയുന്നത്? ബേലയുടെ ആ ഭയം നിറഞ്ഞ ഒരു മുഖം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ സാഹിലിന് എന്ത് ചെയ്തു? ഭയച്ചു പോയി. ഭയം സാഹിലിനിരിക്കണ് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇസ് ഘട്ന സെ ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ, ഈ ഒരു ഘട്ന, ഇസ് ഘട്ന, അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം സെ ബേല കാ മൻ, ബേലയുടെ മനസ്സിനെ എന്ത് ചെയ്തിരുന്നു? ഖരാബ് ഹോ ഗയാ, ഒരു എന്താ പറയുക, പൊട്ട ഒരു മൂടായി എന്ന് പറയില്ല നമ്മൾ, ഖരാബ് ഹോ ഗയ, ഇനി അങ്ങോട്ട് പോയി എന്ന് പറയില്ലേ? അതായത് കുറച്ചും കൂടി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശതം മേൽപ്പിച്ചു, ഹേർട്ട് ചെയ്തെന്നൊക്കെ പറയില്ലേ? നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയും മൈ ഹാർട്ട് ഈസ് ഹേർട്ട്, എൻ്റെ ഹൃദയം അങ്ങോട്ട് മുറിഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ വേദനയേറ്റു എന്നൊക്കെ പറയില്ലേ? ആ ഒരു സംഭവം തന്നെ. ഓക്കെ. ദെൻ ദീപാവലിക്ക് ചുട്ടിയോക്കി ബാദ് ബേല സ്കൂൾ ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ദീപാവലിയുടെ അവധിക്ക് ശേഷം ബേല സ്കൂളിൽ വന്നപ്പോൾ, അതായത് ദീപാവലിക്ക് ചുട്ടിയോക്കി ബാദ്, അതായത് ദീപാവലിയുടെ അവധിക്ക് ശേഷം ബേല സ്കൂളിൽ വന്നപ്പോൾ, തോ ഉസ്കി സിർ പർ, എന്താണ്? ഉസ്കി സിർ പർ, തലയിൽ എന്ത് ചെയ്തിരുന്നു? സഫീദ് പട്ടി ബാൻതി ദി, എന്ത് ചെയ്തിരുന്നു? തലയിൽ ഒരു വെളുത്ത പട്ടി എന്ന് നമ്മൾ ഇങ്ങനെ വിളിക്കണ പട്ടി, നായെന്ന് വിളിക്കണ പോലെ ഈ പട്ടിയല്ല ഈ പട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡേജ് ആണ് കേട്ടോ. അതായത് സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാൻഡേജ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നല്ല കേട്ടോ. ഓക്കെ. ഇനി ഇത് വിളിച്ച് കളയാക്കരുത്. എന്താണ്? സിർ പർ സഫേദ് പട്ടി ബാൻതി ദി. ഓക്കെ. ദെൻ യഹ് ദേഖ്തി ഹി സാഹിൽ ബഹുത് പരിശാൻ ഹോ ഗയ്, എന്താണ്? നമ്മുടെ ബേലയുടെ തലയിലൊരു വെളുത്ത ബാൻഡേജ് ഉണ്ട് അല്ലേ? അത് കണ്ടപ്പോൾ എന്താണ്? യഹ് ദേഖ്തി ഹി, ഇത് കണ്ടപ്പോൾ തന്നെ സാഹിൽ എന്ത് ചെയ്തു? ബഹുത് പരിശാൻ ഹോ ഗയ്, ഇത് കണ്ടപ്പോൾ സാഹിലിനെ വല്ലാതെ അങ്ങോട്ട് പരിഭ്രമിച്ചു. എന്താണ് ഒരു വിഷമം പോലെയൊക്കെ എന്ത് ചെയ്തു? വന്നു അല്ലേ? ബേലേനെ ഹസ്തേ ഹുവേ കഹ, ബേല ഹസ്തേ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്?
ചത് സേ ഗിർ ഗയ് ഹേ. ആ ചത് സേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തട്ടിമ്പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്തു? വീണു അല്ലേ? ആര്? ബേല. അപ്പം എന്താണ് പറയുന്നത്? ബേലേനെ ഹസ്തേ ഹുവേ കഹ. ആ ബേല ചിരിച്ചു കൊണ്ട് പറഞ്ഞു. എന്താണ്? ചത് സേ ഗിർ ഗയ്. ആ തട്ടിമ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ മേൽക്കൂരയിൽ നിന്ന് നിലത്തേക്ക് വീണു അല്ലേ? ഫിർ വോ ലംഗടി ടാങ്കേലെ ഗാന്ധി ചോക്ക് ചലേ. ആ പിന്നീട് അവിടെ എന്ത് ചെയ്തു? ആ വടി കൊണ്ടുള്ള ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ ആ ഒരു പാർക്കിലോട്ട് ആര് പോയി? അവർ രണ്ടാളും പോയി അല്ലേ? ഫിർ ഏക് ദിൻ പിന്നീട് എന്ത് ചെയ്തിരുന്നു? ഏക് ദിൻ ഒരു ദിവസം. ഫിർ ഏക് ദിൻ പിന്നീട് ഒരു ദിവസം. സാഹിൽ കി സാഹിലിൻ്റെ എന്ത്? സാഹിൽ കി പിണ്ടിലി. സാഹിൽ കി പിണ്ടിലി. പിണ്ടിലി എന്ന് പറഞ്ഞാൽ എന്താണ്? തൊടയുടെ ആ മാംസം, തൊടയുടെ ആ ഒരു ഭാഗം, ആ കാലിൻ്റെ മുട്ടിൻ്റെ പിന്നിലുള്ള ഒരു മാംസമില്ലേ, അതാണ് പിണ്ടിലി എന്ന് പറയാം. ഫിർ ഏക് ദിൻ സാഹിൽ കി പിണ്ടിലി കി ഏക് കീൽ ലഗ് ഗയ്. കീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണില്ലേ? അതെന്ത് ചെയ്തു? ലഗ് ഗയ്. കയറിയില്ലേ? നമ്മൾ പാഠം പഠിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക, ഒടിഞ്ഞ സ്റ്റൂളുമ്മ കയറി നിന്നിട്ട് അവനെന്തോ പറിക്കാൻ വേണ്ടി കയറിയില്ലേ? പറിക്കാൻ കയറിയപ്പോൾ നിലത്ത് വീണപ്പോൾ അതിമുള്ളൊരു ആണി അവൻ്റെ തൊടയും പിണ്ടിലിമേ തുളച്ചങ്ങോട്ട് കയറി എന്ന് പറയുന്നുണ്ട് അല്ലേ? കാരണം അതിൻ്റെ ഷോർട്ടാക്കി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്താണ് പറയുന്നത്? അങ്ങനെ വീണു, ലെഗയില്ലേ, മുറിഞ്ഞ് കയറിയില്ലേ? പട്ടി ബന്ദ്വാനെ കേലിയും. പട്ടി എന്താണ്? ഇവിടുത്തെ പട്ടി എന്താണ്? ബാൻഡേജ് ആണല്ലേ? അപ്പോൾ പട്ടി ബന്ദ്വാനെ കേലിയും. പട്ടി എന്ത് ചെയ്തു? ബാൻഡേജ്. പട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ബാൻഡേജ് ആണ് കേട്ടോ മക്കളെ. അപ്പോൾ ബാൻഡേജ് ചുറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉസേ സർക്കാരി ആസ്പത്താൽ മേ ലേ ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാത്താ ഹേ അല്ല, ജായ ഗയ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയതു അല്ലേ? സർക്കാരി അതായത് ഗവൺമെൻറ് ആശുപത്രിയിൽ അവനെ കൊണ്ടുപോയി. വഹീം സിർ പർ പട്ടി ബന്ദ്വാനെ ബേല ബി ആയി ദി. അവിടെ എന്താണ് പറയുന്നത്? അവിടെ തന്നെ തലയിൽ ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേലയും വന്നിരുന്നു. സഫേദ് പട്ടി വാലോം യോ ദോനോ സബ് കഹീം ഏക് സാത്ത് ദിക്കായ് ദാത്താ ഹേ എന്നാണ് പറയുന്നത്. സഫേദ് പട്ടി വാലോം ആ വെളുത്ത ബാൻഡേജ് കെട്ടിയ അവർ രണ്ട് പേരും, യോ ദോനോം അവരെന്ത് ചെയ്തു? ദോനോം അവർ രണ്ട് പേരും എല്ലായിടത്തും, സബ് കഹീം ഏക് സാത്ത് ദിക്കായ് ദേത്താ ഹേ എല്ലായിടത്തും ഒരുമിച്ച് കാണപ്പെട്ടിരുന്നു. അതായത് ഇവരല്ലാതെ ഒരുമിച്ചായിരുന്നല്ലോ ചെയ്തിരുന്നത്, അതേപോലെ ഇവർ ഈ വെളുത്ത ബാൻഡേജ് ചുറ്റി നടന്നിട്ട് എല്ലായിടത്തും ഒരുമിച്ച് എന്താണ് രണ്ടാളെയും കാണപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് മൂവ് ചെയ്യാണ്. ഇത് അവസാനത്തെ പാരഗ്രാഫാണ് ഷോർട്ട് സമ്മറിയിലെ. പാഞ്ചവീം കക്ഷാക്കി റിസൾട്ട് ആ ഗയ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. സാഹിൽ ഓർ ബേല ചട്ടി മേ ആ ഗയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 6ാം ക്ലാസ്സിലായെന്നാണ് ആര് പറയുന്നത്? സാഹിലും ബേലയും 6ാം ക്ലാസ്സിലായി. പക്ഷെ അവിടെ എന്താണ് പ്രശ്നം? ദോനോ അലഗ് ഹോ രഹാ ഹേ. രണ്ടാളെന്താണ് വേറെ വേറെ സ്കൂളിൽ പഠിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ്? ആ ഒരു സ്കൂള് 5ാം ക്ലാസ് വരെയുള്ളൂ. 6ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടാളും മാറി പോവാണല്ലേ കഥയിലെ ലാസ്റ്റ്. ദോനോം അലഗ് അലഗ് സ്കൂൾ മേ പഠനെ വാല ഹേ. എന്താണ്? രണ്ടാളും വേറെ വേറെ സ്കൂളിൽ പഠിക്കാൻ പോവാണല്ലേ. बेला की पिता उसे राजकीय कन्या पाठशाला में पढ़ने को निश्चय किया है. എന്താണ്? ബേലയ്ക്ക് പിതാ, ബേലയുടെ പിതാവ് എന്ത് ചെയ്തു? ഉസ്നെ രാജകീയ കന്യാ പാഠശാല മേ പഠനെ കാ നിശ്ചയ കിയ. അതായത് ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കാൻ ആ ബേലയുടെ അച്ഛൻ തീരുമാനം എടുക്കുകയാണ് ചെയ്തത് അല്ലേ. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് എന്താ പറയണത്? സാഹിൽ അജ്മീർ
സ്കൂൾ മേ ഹോസ്റ്റൽ മേ രഹക്കർ പഠേങ്ക. സാഹിൽ എന്ത് ചെയ്യണത്? അജ്മീറിലുള്ള ഒരു സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്നിട്ട് ആണ് പഠിക്കുക അല്ലേ. छठी कक्षा से दोनों अलग अलग जगहों में अलग अलग स्कूल में पढ़ेगा. എന്താണ്? 6ാം ക്ലാസ്സിൽ രണ്ടാളും വേറെ വേറെ സ്ഥലത്ത് വേറെ വേറെ സ്കൂളിൽ പഠിക്കും അല്ലേ. बिछुड़न के इस अवसर पर दोनों के बहुत दुख आया. ബിച്ചുടൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ആ വേർപാടിൻ്റെ ഈ ഇസ് അവസർ പർ ഈ ഒരു അവസരത്തിൽ ദോനോക്കോ രണ്ടാൾക്ക് എന്താണ്? ബഹുത് ദുഃഖ് ആയ രണ്ടാൾക്ക് എന്ത് ചെയ്തു? ദുഃഖ് ഹുവ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഃഖ് ആയ ഓക്കെ, രണ്ട് കറക്റ്റ് സെൻറ്റൻസ് ആണ്. ദുഃഖ് ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാൾക്കും വിഷമം ഉണ്ടായിരുന്നു, വളരെ ഒരു ദുഃഖത്തിലാണ് ഇപ്പം രണ്ടാളും നിൽക്കുന്നത് അല്ലേ. ഉൻകി ആംഗയം ബർഗൈ അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തു? അങ്ങോട്ട് നിറഞ്ഞ് ഇപ്പം കരഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ തുളമ്പി നിൽക്കൂലേ, ആ ഒരു അവസ്ഥയിലെത്തി. ഫിർ ദോനോ വിപരീത് ദിശാക്കോ ചൽനെ ലഗേ അവരെന്താണ്? രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? നടക്കാൻ തുടങ്ങി. ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഉണ്ട്, രണ്ടാൾക്കാരനിട്ട് അങ്ങോട്ട് ഓപ്പോസിറ്റായിട്ട് നടന്നു പോണത്. അങ്ങനെയാണ് ആ ഒരു കഥ അവിടെ അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ബീർ ബഹുട്ടിയാം ഗോച്നെ വാല കോൺ കോൺ ഹേ ആരാണ് ആ 2 പേര്? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ബീർ ബഹുട്ടിയാം ഗോജ്ന വാലേം കോൺ കോൺ ഹേ. ബീർ ബഹുട്ടിയാം സെർച്ച് ചെയ്യുന്നത് തിരയുന്നത് ആരൊക്കെയായിരുന്നു? സാഹിലും ബേലി അല്ലേ. ദെൻ നെക്സ്റ്റ് ബീർ ബഹുട്ടിക്ക രംഗ് കൈസേ ഹേ. ഇവിടെ തൊട്ടാണ് ബീർ ബഹുട്ടിയുടെ കളർ എന്തായിരുന്നു എന്ന്? സഫേദ്, കാല, ലാൽ, പീല. നമുക്ക് പറയാം ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് അല്ലേ. ബാക്കിയുള്ള കളേഴ്സ് ഏതൊക്കെയാണ്? സഫേദ് എന്ന് പറഞ്ഞാൽ എന്താ? വെളുത്തത്. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്. പീല എന്ന് പറഞ്ഞാൽ യെല്ലോ. നമ്മുടെ ആൻസർ റെഡ് ആണ് കേട്ടോ. 3rd ക്വസ്റ്റ്യൻ കോൺസാ വിശേഷൻ ബീർ ബഹുട്ടിക്ക നഹി ഹേ. അതായത് കോൺസ ഏതാണ്, വിശേഷൻ ബീർ ബഹുട്ടിക്ക നഹി ഹേ. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നഹി ഹേ എന്നാണ്. അതായത് ബീർ ബഹുട്ടിയുടെ വിശേഷണം അല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ എനിക്ക് ആദ്യത്തെ 3 എണ്ണം കാണാൻ പറ്റും. സുർഗ്, മുലായം, ഗദ്ബതി. സോ ഭയങ്കനി എന്നുള്ള വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ അതാണ് എന്ത്? ബീർ ബഹുട്ടിയുടെ വിശേഷണം അല്ലാത്ത വേർഡ്. ദെൻ സാഹിൽ ഓർ ബേല ക്യോം ദുക്കാൻ പൗച്ചേ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിലും ബേലയും എന്തുകൊണ്ടാണ് കടയിൽ എത്തിപ്പെട്ടത് അല്ലെങ്കിൽ കടയിലേക്ക് പോയത്? പേനയിൽ മഷി നിറയ്ക്കാം അല്ലേ. അല്ലെങ്കിൽ പേനയുടെ ഒരു പദപര്യായം പറഞ്ഞ കലം എന്ന് പറയും അല്ലേ. കലം മേം സാഹി ബർവാനെ കേലിയം. അതായത് പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്? കടയിലെത്തിയത് അല്ലേ. കിസ്കോ സാഹി ബർവാനോ ഹേ. അതായത് ആർക്കാണ് പേനയിൽ മഷി നിറയ്ക്കേണ്ടതെന്ന്? സാഹിൽക്കോ, ബേലാക്കോ, മാഡ്സാബ്ക്കോ, ദുക്കാൻദാർക്കോ. ആർക്കാണ്? സാഹിൽക്കോ അല്ലേ. അതെല്ലാവർക്കും പറയാൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നെക്സ്റ്റ് ഓക്കെ. ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നസർ മിലാന കി മത്ലബ് ക്യാ ഹേ. നസർ മിലാന എന്ന വേർഡിൻ്റെ മത്ലബ് ക്യാ ഹേ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ 4 തന്നിട്ടുണ്ട്. മൂവ് ഫേർന, മൂക്കി ഓർ ദേഖന, മൂവ് നീച്ചെ കർണ, മൂഹ് ഗോൽന. ഇതാണ് നിങ്ങൾക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. മൂക്കി ഓർ ദേഖന എന്ന ഓപ്ഷനാണ് കറക്റ്റ്. Then we are moving to 7. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. അതായത് സഹി കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാനാണ്? എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓരോന്ന് വായിച്ചാലാണ് അറിയുള്ളൂ. സാഹിൽ കോ ലജ്ജാക്ക അനുഭവ ഹോ രഹാ ഹേ. സാഹിലിനാണോ ലജ്ജ ഉണ്ടായിരുന്നത്, ഷെയിം ഉണ്ടായിരുന്നത്? അല്ലല്ലോ, ബേലയ്ക്കല്ലേ. അപ്പോൾ അത് തെറ്റായൊരു സെൻറ്റൻസ് ആണ് അല്ലേ. ദെൻ ബേലാക്കോ ലജ്ജാക്ക അനുഭവ ഹോ രഹാദ. എന്താണ്? ബേലയ്ക്ക് ലജ്ജ ഒരു ഷെയിംനെസ് എന്ത് ചെയ്തിരുന്നു? ബേലയ്ക്ക് അനുഭവപ്പെട്ടു. അത് ശരിയായൊരു കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണല്ലേ. ദെൻ 3rd. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ. 3ാമത്തെ നോക്കാം. സാഹിൽ ഓർ ബേല ലജ്ജാക്ക അനുഭവം. രണ്ടാൾക്കുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അത് തെറ്റാണ്.
മാട്ട് സാബ് കോ ലജ്ജ കാ അനുഭവ ഹോ രഹാ. മാട്ട് സാബ് സുരേന്ദ്ര സാറിനാണോ ഉണ്ടായിരുന്നത്? അത് വില്ലൻ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അതാണ് ആൻസർ ആയിട്ടുണ്ടാവുക കേട്ടോ. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സാഹിൽ ഓർ ബേല ക്യോം ആസ്പത്താൽ ഗയി. എന്താണ് ആസ്പത്താൽ? അവരെന്തിനാണ് ആശുപത്രിയിൽ പോയത്? നമ്മുടെ പട്ടി ബന്ധുവാനെ കേലിയും. പട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡേജ് ആണ് കേട്ടോ. അപ്പോൾ ബാൻഡേജ് അവർ കെട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്? രണ്ടുപേരും ആശുപത്രിയിലോട്ട് പോയത്. ബേല കാ പപ്പ ഉസ്നെ കിസ് പാഠശാല മേ പഠനെ ചാത്ത ഹേ. ബേലയുടെ അച്ഛന് ഈ ബേലേനെ എവിടെ പഠിപ്പിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്? രാജകീയ കന്യാ പാഠശാല ഒരു സർക്കാരിയ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് നമ്മുടെ ബേലയുടെ അച്ഛൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അഗ്ലേ സാൽ സാഹിൽ കഹാ പഠേങ്കി. അടുത്ത വർഷം സാഹിൽ എവിടെയാണ് പഠിക്കുക? അജ്മീറിൽ അല്ലേ? അജ്മീറിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയേണ്ട അടുത്ത വർഷം അവനെ അച്ഛൻ അജ്മീറിലേക്ക് പറഞ്ഞയക്കും. അവിടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് നിൽക്കേണ്ടി വരിക, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സാഹിലും ബേലയും, സാഹിൽ ഓർ ബേല ഫുലേരേക്ക സ്കൂൾ ചോടനെ വാലേത് ക്യോം. അതായത് ഫുലേരയിലുള്ള സ്കൂള് നിർത്താൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പിരിയാൻ പോണ് എന്തുകൊണ്ട്? ഫുലേരേക്ക സ്കൂൾ അച്ചാനഹീദ. എന്താണ്? ഫുലേരത്തെ സ്കൂള് നല്ലതല്ലായിരുന്നു. അത് ശരിയായ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ലല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഫുലേരേക്ക സ്കൂൾ ഗർസെ ദൂർദ. വീട്ടിനങ്ങോട്ട് ഭയങ്കര ദൂരമായിരുന്നോ? അതായിരുന്നോ? അല്ലല്ലേ? അപ്പം അതല്ല. അടുത്ത എന്താ? ഫുലേരേക്ക സ്കൂൾ പാഞ്ച്വീം തക്കീത്. 5ാം ക്ലാസ് വരെ ആയിരുന്നു അല്ലേ ആ സ്കൂള്? അത് കറക്റ്റായതല്ലേ? 3ാമത്തേതാണ് ഉത്തരം. എന്നാലും ലാസ്റ്റ് എന്തായാലും നോക്കാം. ഫുലേരേക്ക സ്കൂൾ പസന്ത് നഹി. ഫുലേരത്തെ സ്കൂൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ടാണ് നിർത്തുന്നത്, മാറിപ്പോണതാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായതല്ല അല്ലേ? അപ്പോൾ ഇതിൽ 3ാമത്തതാണ് കറക്റ്റായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനി അടുത്തത് 12ാമത്തെ എന്താ പറയുന്നത്? कहानी की अंश के आधार पर सही प्रस्ताव चुनकर लिखें. ഇവിടെ എന്താ പറയുന്നത്? കഹാനിയുടെ ഒരു അംശം ആധാർ പർ അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ? സഹി പ്രസ്താവ് ശരിയായ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചുൻകർ ലിഖേം. കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് റിപ്പോർട്ട് കാർഡ് ദേഖ്തേ സമയ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടാവുമല്ലോ, അത് വായിച്ചിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെഴുതാനാണ്. അത് ഏതാ വരിക? അവർ റിപ്പോർട്ട് കാർഡ് കണ്ടിട്ട് തിരിഞ്ഞ് പോണ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞ് പോണ ഒരു സമയം ഒരു പാരഗ്രാഫാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ എന്തുണ്ടാവുക? അവർ സന്തോഷിക്കുകയാണോ കരയാണോ ഉണ്ടാവുക? അവർ കരയാണല്ലേ? അപ്പോൾ ഇതിൽ ഏത് സെൻറ്റൻസാണ് വരുന്നത്? ബേല ഓർ ബേല രോ രഹാ ഹേ. അതായത് അവർ കരയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതിനെപ്പോലത്തെ 1 വേർഡ്സ് ചോദ്യങ്ങൾ ഞാൻ അയച്ചു തന്ന നോട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പാഠമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.